ഓക്കെ, നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് വരാം. ഇന്ന് നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് ഒക്കെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കിക്കോളാം, ബാങ്ക് നിഫ്റ്റി ഒക്കെ നമ്മുടെ ബോൾ ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നിഫ്റ്റി ഡോട്ട് ലൈൻസിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചറും ഇതുപോലെ നല്ല രീതിയിൽ തേർഡ് ക്യാൻഡിൽ നമ്മളുടെ ബോൾ ലൈനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നിഫ്റ്റി സർവീസും ഡോട്ട് ലൈൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെൻസെക്സും അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. ഡോട്ട് ലൈൻസിനെയാണ് കൂടുതൽ റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം. സ്ട്രൈക്ക് ലെവൽസ് ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്കിവിടെ ഒരു ട്രേഡ് ആക്റ്റീവ് ആണ് കേട്ടോ. ആദ്യത്തെ 15 മിനിറ്റ്സ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതാ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇതാ നമ്മളുടെ ഈ ബോൾ ലൈൻ നല്ലൊരു പിയിലെ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പുറത്തെ പിയിലും ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ദെൻ സി നോക്കുകയാണെങ്കിൽ സി ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സി അവിടുന്ന് ഇടിയുമെന്നും കണ്ട സി നല്ല രീതിയിൽ ഇടിയുമെന്നും പി നല്ല രീതിയിൽ കയറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തൊട്ട് സെക്കൻഡ് ക്യാൻഡിൽ പി അതേ പൊസിഷനിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിയിൽ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താൽ പോലും ആ ഒരു ക്യാൻഡിൽ ഒരു ഫോളാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് ഒരുപാട് ഫോളല്ല. നമ്മളുടെ ആ ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടാക്കിയ അതേ ഫോള് തന്നെയാണ് സെക്കൻഡ് ക്യാൻഡിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ, അതായത് നമ്മളുടെ ഈ ആദ്യത്തെ 15 മിനിറ്റ്സ് വരുന്ന ട്രേഡുകൾ എപ്പോഴും റിസ്കി ട്രേഡുകളാണ്. ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാഞ്ഞാൽ പോലും നല്ല രീതിയിലൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും സെക്കൻഡ് ക്യാൻഡിൽ. അതുകൊണ്ടാണ് ആദ്യത്തെ 15 മിനിറ്റ്സിലെ ക്യാൻഡിൽ എപ്പോഴും റിസ്കി ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ ഈ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം, അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ. അവിടുന്ന് അത് നല്ല രീതിയിൽ ഇടിയുകയാണെങ്കിൽ, അതായത് നല്ല ഒരു ഫോൾ അവിടുന്ന് ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ ഫോൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും അത് ലോസ് തന്നെ പോകും. പിന്നെ ആ ഒരു ട്രേഡ് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ എപ്പോഴും ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ, അതായത് തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ക്യാൻഡിൽ, അതായത് ഏത് ക്യാൻഡിൽ നോക്കിയാണോ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്, കണ്ട ഈ ഒരു ബോൾ ലൈൻ നോക്കിയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത്. അപ്പോൾ ആ ബോൾ ലൈൻ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതിനുശേഷം ബി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. അതൊരു ഫോൾ ഉണ്ടാക്കിയെങ്കിലും ബിയിൽ നമുക്ക് നമ്മുടെ റേഞ്ച് ഓഫ് പ്രോഫിറ്റിലേക്ക് അത് വരും. അല്ലെ, നമ്മുടെ 10-നും 50-നും ഇടയിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ 50 വരെയൊന്നും പോകണ്ട, മാക്സിമം ഒരു 20 പോയിന്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക. കാരണം പഴയ പോലെയുള്ള വലിയ റേഞ്ച് ഓഫ് പ്രോഫിറ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എക്സ്പയറി ഒക്കെ മാറ്റിയത് കൊണ്ട് വലിയ റേഞ്ച് ഓഫ് പ്രോഫിറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ചെറിയ റേഞ്ച് ഓഫ് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യണം. കണ്ടോ, രണ്ടാമത്തെ ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. സി ട്രേഡിലെ ബുള്ളിഷാണ് കാണിച്ചത്. പക്ഷെ എന്ന് വെച്ചാൽ പി ട്രേഡിൽ അത് വലിയ രീതിയിലുള്ള ലോസ് ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു ലോവസ്റ്റ് പോയിന്റ് തന്നെയാണ് സെക്കൻഡ് ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോവസ്റ്റ് പോയിന്റ്, ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോവസ്റ്റ് പോയിന്റ്. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് അത് വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടില്ല, നമുക്ക് ലോസ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ തേർഡ് ക്യാൻഡിലാണ് കറക്റ്റ് നമുക്ക് എന്താകുന്നത് ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമുക്ക് പിയിൽ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇൻഡെക്സ് നോക്കി ഒന്ന് കൺഫേം ചെയ്യണം. ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 15 മിനിറ്റ്സിൽ ബോൾ ലൈനിലല്ല, ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമ്മളുടെ ക്യാൻഡിൽ ബോൾ ലൈനിലല്ല നിൽക്കുന്നത്. അതെപ്പോഴാണ് ബോൾ ലൈൻ എത്തുന്നത്? തേർഡ് ക്യാൻഡിലാണ് അത് ബോൾ ലൈൻ എത്തുന്നത്. അതേ തേർഡ് ക്യാൻഡിൽ നമ്മുടെ സ്ട്രൈക്കും ഇവിടെ ബോൾ ലൈൻ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, തേർഡ് ക്യാൻഡിലൊക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയൊക്കെ ബോൾ ലൈനാണ്. നിഫ്റ്റി തേർഡ് ക്യാൻഡിലൊക്കെ ബോൾ ലൈനാണ് നിൽക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയും തേർഡ് ക്യാൻഡിൽ ബോൾ ലൈൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തൊട്ട് ഫോർത്ത് ക്യാൻഡിലാണ് കുറച്ചും കൂടെ കൺഫർമേഷൻ പറയാൻ പറ്റുന്നത്. ഫോർത്ത് ക്യാൻഡിലേക്ക് നമുക്ക് പിയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർത്ത് ക്യാൻഡിലേക്ക് നമ്മൾ പിയിൽ എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെ നമ്മൾ കൊടുക്കണം? സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ നോക്കിയിട്ടാണല്ലോ നമ്മൾ കൺഫേം ചെയ്യുന്നത് തൊട്ടടുത്ത ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന്. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് പോയിന്റിന് തൊട്ട് താഴെയൊരു 5 പോയിന്റ് കൂടി താഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. കണ്ടോ, അതിനേക്കാൾ അത് ഇടിഞ്ഞാൽ പോലും ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞാൽ പോലും ഈ ഒരു ഇതിന് താഴത്തേക്ക് ഇടിയില്ല. അതിന് താഴത്തേക്ക് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പോയിന്റ്. എന്നാലും ഇവിടുന്ന് തൊട്ട് താഴത്തായിട്ട് അങ്ങനെ ഇടിയാറില്ല. ഓക്കെ, നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ്സ് രണ്ടാമത്തെ ക്യാൻഡിൽ കൺസോൾട്ടേറ്റ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷമാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് പറയാം. അതുപോലെ തന്നെ തേർഡ് ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് പറയാം. അതിനുശേഷം നമുക്ക് ട്രേഡ് പോയിന്റ്സ് ഒന്നും ഉണ്ടായില്ല. ട്രേഡ് പോയിന്റ്സ് ഇവിടെ നമ്മൾ നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇത് ലാസ്റ്റ് നമ്മളുടെ ഇവിടെ വന്ന ബോൾ ലൈൻ വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് 2 എണ്ണം മാത്രമേ കൺഫേംഡ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് കറക്റ്റ് ട്രേഡ് പോയിന്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ട്രേഡ് പോയിന്റ് കണ്ടു ഇവിടെയൊക്കെ നമുക്ക് തേർഡ് ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മളുടെ സ്റ്റോപ്പ് ലോസും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാവരും ജോയിൻ ചെയ്യും. ഓക്കെ.